ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വീഡിയോ ഇടാച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ നല്ലൊരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റത്തെ വെച്ചാൽ റിംഗ് ലൈറ്റ് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. നമുക്ക് റിഫ്ലക്ഷൻ കാണാമല്ലേ കണ്ണടയിൽ. അപ്പോൾ എന്തായാലും ബോറഞ്ഞ കണ്ണടത്ത് വെച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ എന്താണ്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോർട്സും കാര്യങ്ങളും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓൺ വോയിസിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ എന്തായാലും വോയിസ് ഓവറല്ലേ കൊടുക്കാറ്. അപ്പോൾ ഇന്നൊന്ന് ഓൺ വോയിസിൽ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ആണല്ലോ, അപ്പോൾ ഒന്ന് നല്ല പോലെ എടുക്കാൻ വെച്ചിട്ട് അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ എന്താ വെച്ചാൽ നെറ്റിയിൽ എന്തോ ഒരു കളറെന്ന് വിചാരിക്കേണ്ട, കുറിയിട്ടാണ്. ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ പ്രസാദം കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അമ്പലം ഉണ്ട്. ഇവിടുന്ന് 2 അടി വെച്ചാൽ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ രാവിലെ അവിടെയൊക്കെ പോയി അത് കഴിഞ്ഞു. രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 1:30 മണിയായി. ഇതിനിടയിൽ ഞാനൊരു വീഡിയോ എടുത്തിരുന്നത് കട്ടായിപ്പോയി. എൻ്റെ ഫോണിൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ കാരണം ഏട്ടൻ്റെ ഫോണിൽ എടുത്തിട്ട് അതിനെ നമ്മൾ മറ്റേക്ക് ഇതാക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ വലിയ കുഴപ്പമില്ല ക്യാമറ ഒന്നും കേട്ടോ. അപ്പോൾ അത് കുറച്ചായി വാങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ക്യാമറയ്ക്ക്. പിന്നെന്താ, ഈ ഞാൻ ഇട്ടൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റിംഗ് ലൈറ്റ് ഇല്ല, അപ്പോൾ ഇങ്ങനെ ബ്രൈറ്റ്നെസ് കുറവാണ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ ഉണ്ട് കേട്ടോ, മാമൻ്റെ മോൻ ഗൾഫിലാണ്. അപ്പോൾ ഏട്ടൻ എനിക്ക് വേണ്ടിയുള്ള റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ ഇവിടെ വാങ്ങിയത് ഏട്ടൻ അറിഞ്ഞില്ല, ഏട്ടൻ വാങ്ങിയത് ഞാനും അറിഞ്ഞില്ല. അതിപ്പോൾ ഉണ്ടായതിട്ടാണ്. അപ്പോൾ 2 റിംഗ് ലൈറ്റ് ആയിട്ടുണ്ട്. അതിൽ കുഴപ്പമില്ല, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട്. പിന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കണമെന്ന് വിചാരിക്കുന്നത്. മുടി അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ അതിൻ്റെ ബോററിയണം. അപ്പോൾ അത് കാരണം ഒന്ന് ക്ലിയർ ആക്കിയാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും എന്നെപ്പറ്റി അറിയാനുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു ഫാമിലിയാണല്ലോ. നമ്മൾ 126 സബ്സ്ക്രൈബേഴ്സ് എന്നിട്ടായി ഒന്നാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്ര 5, 6, 10 അങ്ങനെ തൊട്ട് 10 ആളോ 5, 6 ആളൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മാസം 1.5 മാസമായിട്ടായി ഒന്നും നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട്. അപ്പോൾ 126 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതിന് ഭയങ്കര എന്താ പറയുക, എല്ലാവരോടും താങ്ക്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നും അറിയാത്തൊരു സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒന്നും അറിയണില്ല, വേറെ കാര്യം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാതെ ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് ഓരോ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇപ്പോൾ 126 സബ്സ്ക്രൈബേഴ്സായ ഒരു ചെറിയ ഫാമിലിയായി നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാവരോടും. അപ്പോൾ എന്താണ്, കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട് ചിലവരപ്പോൾ എനിക്ക് തോന്നും എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ അത് എന്താണാവോ ഇങ്ങനെ നോക്കുന്നത്. ചിലവർക്ക് അറിയുന്നവരായിരിക്കും കേട്ടോ. ചിലവർ ഇങ്ങനെ നമ്മളെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ വലിയ ആളെന്ന് പറയാനൊന്നും ആയിട്ടില്ല. ഞാൻ ചെറിയ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് അല്ലേ. അപ്പോൾ ഒന്ന് മോണിറ്റൈസ് ആവണ വരെ നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ട് തന്നെ കാര്യമുള്ളൂ. കാരണം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് തുടങ്ങണ്ടേ. അപ്പോൾ കുറേശ്ശെ ആളുകളൊക്കെ വരും. ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ചെറിയ രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ചിലവർ ഇടുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എന്നോടിങ്ങനെ എല്ലാവരും ചോദിക്കുക എന്താണ് മാത്രം കമൻസ് തരാത്ത ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ ടൈം ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് അല്ലേ, ഇനി ഒരുപാട് തരം കമൻറ്റുകൾ കേൾക്കാം. ചെവി അടിച്ച് പോണതോ കണ്ണടിച്ച് പോണതോ ഒക്കെ കേൾക്കാം. സ്റ്റാർട്ടിങ് അല്ലേ, കൊണ്ടായിരിക്കും എല്ലാവരും ഇടാത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ കമൻറ്റ് ബോക്സിൽ ഒന്നും കാണാറില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികളൊക്കെ വീഡിയോസ് കൂടുതലായിട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ഒന്നുകിൽ കമൻറ്റ് ബോക്സ് കട്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്തിട്ട് റിമൂവ് ചെയ്യും. അങ്ങനത്തെ കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ 3-4 വീഡിയോസിൻ്റെ യൂട്യൂബ് അങ്ങനെ ഇതാക്കി വിട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ ഈശ്വര, കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്ത് വിടും. നമുക്ക് എഡിറ്റിങ്ങിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. എങ്ങനെയൊക്കെ ഈ ഇൻഷോർട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ VB അങ്ങനത്തെ കുറേ ആപ്പുകൾ, പക്ഷെ അതൊന്നും വർക്കാവാത്ത കാരണം എൻ്റെ ഫോണിലിട്ട് നല്ല നല്ല ആപ്പുകളാണ്. തൽക്കാലം ഇൻഷോട്ടും പിന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് തട്ടിക്കൂട്ടി ഒരു എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഇടയിൽ തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇനി കുറേ കഴിയുമ്പോഴേക്ക് ശരിയാവുമെന്ന് വിചാരിക്കണം.
അപ്പോൾ എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം, എനിക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ഒരുപാട് ഇതാക്കി ഇടണോ, ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ എന്താ വെച്ചാൽ യൂട്യൂബിൽ വെച്ചാൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1-2 ഷോർട്സ് ഷോർട്സ് അല്ല, ലോങ് വീഡിയോ നിർബന്ധമാണ്, അതിനെ കാര്യമുള്ളൂ. പക്ഷെ വ്യൂവേഴ്സ് കുറവാണെങ്കിലും അത് നിർബന്ധമാണെന്ന് പറയുന്ന കാരണം കൊണ്ട് ഇങ്ങനെ ഇട്ട് പോകുന്നുള്ളൂ. കണ്ടന്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്കില്ല, പിന്നെ നമുക്ക് അതിനുള്ള ടൈം കിട്ടാത്ത കാരണമാണ്. ഒരു ടൈം കിട്ടിയാൽ എന്തായാലും ചെയ്യാം. പിന്നെ അതുപോലെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടണം. കുറച്ച് ചാലഞ്ചിങ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം കിട്ടിയില്ല, അപ്പോൾ ഫോൺ ഹാങ്ങായി ആകെ വിഷയമായി. ഏട്ടൻ്റെ ഫോൺ കിട്ടിയിട്ട് അതിൽ എടുത്തിട്ട് വേണം നമുക്ക് എൻ്റെ ഫോണിലേക്ക് അയക്കുക, എന്നിട്ട് അതിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം എന്തപ്പോൾ ഈ പണിയിൽ വേറെ പണിയൊന്നുമില്ല, വേറെ ഫോണൊക്കെ എടുത്തുകൂടെ, എന്തിനിപ്പോൾ ഞങ്ങളോട് പറയുന്നത് വിചാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ. പിന്നെന്താപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതുമ്പോഴേക്കും നിൽക്കുമ്പോഴേക്കും ടൈം കിട്ടുന്നില്ല. അതൊക്കെയാണ്. പിന്നെ സൺഡേക്ക് നമ്മൾ കുറച്ചും കൂടി വീഡിയോസ് എടുക്കാൻ പറ്റുന്നു. പിന്നെ പുറത്ത് സൗണ്ട് ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ യാതും യാമിക്ക് ഭയങ്കര കളിയിലാണ്, അതാണ് സൗണ്ട് ഇതിലിങ്ങനെ കേൾക്കുന്നത് കേട്ടോ. യാതും യാമി ആരാന്ന് അറിയാത്തവർക്ക് പറയണേ, 2 മക്കളാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ചാനലിൻ്റെ പേരും അതാണ് കേട്ടോ, യാതും യാമി വ്ളോഗ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാം.